ഗുണ്ടപ്പ എണീറ്റ് വാ ചോറ് കഴിക്കാൻ. ഗുണ്ടു ഈസ് ഓൺ ദ കട്ടിലിൻ അടി ആൻഡ് സ്ലീപ്പിംഗ് നൈസ്ലി. അമ്മ കഷ്ടം. ഹലോ ബേബേ കമ്മ പോവാം. അമ്മ ഉറക്കത്തിൽ ഇപ്പ വരും. വിളിച്ചുണർത്തി ശല്യത്തിൽ ഞാൻ അവനെ വിളിച്ചു വരുത്തട്ടാ. നീ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കണം. ഗുണ്ടുവാന്ന് ഞാൻ വിളിക്കും, പക്ഷെ വരൂലല്ലോ. ഗുണ്ടുബാ എന്ന് വിളിക്കും. പക്ഷെ ഞാൻ അവിടെ ചെന്ന് തൊടലിന്റെ അനക്കം കേൾക്കുമ്പോ ഇറങ്ങി ഓടണ വീഡിയോ എടുത്തോണേ. അല്ലാതെ അവനെ ഇനി വലിച്ചഴക്കണ്ട. അമ്മ അത് ഓണി തന്നെ ഉറക്കമാണ്. അമ്മ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ചാൽ അമ്മ മറ്റേ ഇതെടുക്കാൻ പോവാണ്. അത് അപ്പൊ നമുക്ക് ഗുണ്ടുവിൻ്റെ അടുത്ത് പോകാം. അമ്മ അവിടെ സൗണ്ട് ഉണ്ടാക്കുമ്പം ഇത് എണീറ്റ് വരുമെന്ന് അറിയണം. കള്ളനോടൊന്ന് ഗീസ് എടുത്തല്ലോ, തൂക്കിയല്ലോ നാദാ, തൂക്കിയല്ലോ. ഒരു ദേനേരിപ്പു. വിളിച്ച് കഴിക്കാൻ വിളിച്ചപ്പോ നിനക്ക് വരാൻ വയ്യ. നിനക്ക് പുറത്ത് ചേടാ തൂക്കി നാദാ, തൂക്കി നിന്നെ. അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അമ്മ പോയി ചോറെടുക്കാൻ. എന്താ ഇവൻ ഇങ്ങനെ നോക്കുന്നത്? എടുത്ത് കഴിച്ചു നോക്കടാ. ചോറ് കണ്ട് തിരിഞ്ഞിരിക്കുന്നു. അല്ല പോട്ടെ, മീനെങ്കിലും കണ്ടാ എടുക്കാമോ? ഇതാടാ ഒരു കഷ്ണം മീൻ ഇന്നടാ. എന്റെ കൈയാണ് നോക്കണേ. ഇത് എന്റെ കയ്യെ പോൾ നോക്കൂല. എന്താ പാത്രം എവിടെ ഇരിക്കണ? ഇത് എടാ എന്റെ കയ്യിലല്ലേ, ഇതിൽ നിന്നാണ് എടുത്ത് തിന്നെ. എന്റെ കയ്യിലില്ല. എടാ ഇവിടെ നിന്ന് എടുത്ത് തിന്നടാ. എന്റെ കയ്യിലോട്ട് നോക്കാതെ താഴോട്ട് നോക്ക്, പാത്രത്തിന്റെ താഴെ. അതൊന്നും പറ്റൂല അവനെ. നീ കുനിഞ്ഞു നോക്ക്, ഇതാ ഇരിപ്പുണ്ട്. അങ്ങോട്ട് നോക്ക, കുനിഞ്ഞു നോക്കൂ. എന്റെ കയ്യിൽ നോക്കാതെ. നിന്നെ ഞാൻ ചവിട്ടി കൊടുത്തരും. നിങ്ങൾ കാണണം, എന്റെ കൈ മാത്രമേ അവൻ നോക്കുള്ളൂ, താഴോട്ട് നോക്കൂല. ഇതാ ഇത് ഒരു മടിയെ. എണീറ്റ് വാ. 4 ചാള മീനുണ്ട്, അവന് വേണ്ടി പൊരിച്ചത്. അല്ലെങ്കിലും കൈ വെച്ച് തന്നെ കഴിക്കണം. വിഴുങ്ങി ഇറക്കണം നമ്മൾ. വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മളെ ഗുണ്ടുവിന് ഭയങ്കര ചൂട്, അതുകൊണ്ട് വെളിയിലോ സോഫ സെറ്റിലോ ഒന്നും അല്ല. ഇപ്പം എപ്പോഴും മുറിക്കകത്താണ് കിടപ്പ്. കട്ടിൻ്റെ അടിയിലോ സോഫ സെറ്റിൻ്റെ അടിയിലോ മേശയുടെ അടിയിലോ ഏതെങ്കിലും കസേരയുടെ അടികളിലോ ഒക്കെയാണ് കിടക്കുന്നത്. ഇപ്പം കഴിച്ചല്ലോ. നമ്മളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുകയാണ് നമ്മളിവിടെ ഇരുന്നതുകൊണ്ട്. പക്ഷേ ശ്രീകുട്ടികളെ അവന് ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇപ്പം നീ ഉറക്കം ഏശയല്ലേടാ ഉള്ളൂ എന്നും പറഞ്ഞത് ഇങ്ങനെ ഇക്കിളിയൊക്കെ ആക്കുന്നുണ്ട്. ഇങ്ങോട്ട് മാറടാ എഴിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച്. പക്ഷേ നൈറ്റ് ഡ്യൂട്ടി അല്ലേ. ഇന്നലെ ഞാൻ തൂക്കുമ്പോൾ അകത്തിരിക്കുമല്ലോ, അതിൻ്റെ പരീക്ഷണത്തിൽ എൻ്റെ മൂത്തയാൾ ഇന്നലെ ചൂലൊക്കെ കൊണ്ടുപോയി ഭയങ്കര തൂക്കലായിരുന്നേ. അപ്പോൾ ഇവൻ തൂത്ത് തീരുന്നേരം ഇവിടെ തന്നെ ഇരുന്നു. പിന്നെ എന്ത് പറ്റിയടി? ഞാൻ തൂത്ത് കഴിഞ്ഞ് അകത്ത് കയറാൻ നിന്നപ്പോൾ ഒരു പൂച്ച എവിടെ നിൽക്കണുണ്ട്, ഓടി. പിന്നെ നമ്മൾ തിരിച്ചുകൊണ്ട് വന്ന് അതാണ് ഇന്നലത്തെ ചിരി. നമ്മളെ പറ്റിച്ചിട്ട് പോയേന്നുള്ള ഒരു ഇതായിരുന്നു ഇന്നലെ ഫുള്ള്.
രാവിലെ കുറച്ച് മരം ഞങ്ങൾക്കുണ്ട്, അപ്പോൾ അത് വെട്ടി വെച്ചിട്ടാണ് അവൻ പോണത്. പക്ഷേ ആ വെട്ടണ ടൈമെല്ലാം ആമി കെട്ടിയൊന്നും ഇടണ്ട കേട്ടോ. രാവിലെ അവൻ്റെ കൂടെ ഓരോ മരത്തിൻ്റെ മൂട്ടിൽ ചെന്ന് നിൽക്കും. ഒരിടും ഓടിപ്പോവുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പം ഞാൻ രാവിലെ വന്നപ്പം രാവിലെ വന്ന ഒരു 8:30 9 മണിയൊക്കെ ആകുമ്പോൾ അവൻ പോണതിന് മുന്നേ കെട്ടിയിട്ടിട്ട് പോകും. അതുവരെ ഇപ്പം നമ്മൾ കെട്ടിയിട്ടുണ്ടെങ്കിലും അഴിച്ചാണ് ഇട്ടിരിക്കുന്നത്. അത് വേണമെങ്കിൽ അവൾക്ക് ഓടിപ്പോവാം, പക്ഷെ അവൾ അങ്ങനെ ഓടിപ്പോവില്ല. പിന്നെ ഇവർ അമ്മയും അതുപോലെ അച്ഛനും എൻ്റെ സഹോദരനും എല്ലാവരും ആമിയെ ഭയങ്കര ബോണ്ടിങ്ങായി, ഭയങ്കര സ്നേഹമായി. രാവിലെ കുറേ നേരം അവളെ കൊഞ്ചിച്ചിട്ടൊക്കെ തന്നെയാണ് എൻ്റെ സഹോദരൻ പോണത്. കുറേ നേരം 1 മണിക്കൂറോളം അവർ രണ്ടുപേരും വാക്കിങ് എന്തിനെങ്കിലും വെട്ടില്ലെങ്കിൽ അല്ലാതെ നടക്കാനെങ്കിലും രണ്ടുപേരും കൂടി പോയിട്ടാണ് പിന്നെ വരുന്നത്. രാവിലെ അവരെ കുറേ നേരത്തെ രസമാണ്, അവർ കളിയും സ്നേഹിക്കലും ഒക്കെ ഉണ്ട്. അല്ലാതെ അവൾ അവിടെ ഒറ്റപ്പെട്ടൊന്നുമില്ല. നമ്മളെക്കാളും സ്നേഹം അനുഭവിച്ചു തന്നെ അവൾ. അമ്മയും ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ്, അമ്മയ്ക്കും അതുപോലെ തന്നെ. അച്ഛനും കുറച്ച് ആദ്യം ഫസ്റ്റ് വന്നു കയറുമ്പോൾ ഒക്കെ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അവളെ വലിയ കാര്യമാണ് കേട്ടോ. നിർമ്മല ചേച്ചി കൂട്ടിൻ്റെ കാര്യം നിങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു കൂട് അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പം അവൾ നനയൊന്നുമില്ല കേട്ടോ. രാത്രി എന്തായാലും അവളെ അഴിച്ച് തന്നെ വിടുന്നത്. അതുപോലെ രാവിലെ ഒരു 8 മണി കഴിഞ്ഞതിന് ശേഷമാണ് അവളെ കെട്ടുന്നത്. രാത്രി ഒരു 9:30 10 മണി. അവളെ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ദൂരമൊന്നും അവൾ പോവത്തില്ല. അല്ലെങ്കിൽ അവളെ പിന്നെ അഴിച്ചു വിട്ടെന്നും പറഞ്ഞ് അങ്ങനെ വേറെ ദൂരമൊന്നും പോകത്തില്ല. പക്ഷെ എന്ത് ചെയ്യാം, എവളെ ആരെങ്കിലും കടിക്കുമെന്ന് പണ്ടത്തെ ഭയം ഞങ്ങൾക്കുണ്ട്. ഇപ്പോഴും പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാൻ വന്ന 2-3 പേരെ അവൾ കുരയ്ക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് നമുക്ക് പേടി, കടിക്കോ ഇല്ലേന്ന് നമുക്ക്. അതിനുശേഷം ഇതുവരെ ആരെയും കടിച്ചിട്ടില്ല, പക്ഷെ കടിക്കോ ഇല്ലേന്നൊരു പേടി. അറിയോടാ കുളിക്കാനാണെന്ന്? നിക്ക് എന്തെന്നറിയാവോ, എപ്പോഴും കുളിക്കാൻ അങ്ങോട്ട് താഴോട്ടാണ് കുളിക്കാൻ കൊണ്ടുപോകണം. ഇനി പോകത്തില്ല. നിനക്കെന്തൊരു കുളിക്കാൻ മടിയാ? എവിടെ വേണമെങ്കിലും അവൻ്റെ കൂടെ പോകും, പക്ഷെ ഈ വഴി മാത്രം പോകൂല. പൊയ്ക്കോ. അവ അങ്ങനെ എനിക്ക് കാണിച്ചു തന്നെയാണ്. ഇങ്ങനെ കുളിക്കാനൊന്നും പോകുമ്പോൾ ഇതാണ് അവൾ ഇങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പാറ ഉറച്ചതുപോലെ അങ്ങ് ഇരുന്ന് കളയും കേട്ടോ. മുഖ്യ ദിവസവും അവനാണ് എടുത്തുകൊണ്ട് പോകണമെന്ന് അമ്മ അവിടെ ബാക്കിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവന്നാണ് കുളിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തോട്ടിൽ ഓടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും കേട്ടോ. അപ്പം നമുക്ക് ഓസ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും വെള്ളം പോയോണ്ടിരിക്കും. ഇവിടെ നിന്നാണ് കുളിക്കണതും തുണി കഴുകാനും ഒക്കെ പുറം ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഇവിടെ നിന്നാണ് എടുക്കുന്നത്. കുടിക്കാനും കൊള്ളാം, പക്ഷേ നമ്മൾ കുടിക്കാൻ കിണറുണ്ടല്ലോ, ബാക്കി എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടെ നിന്നാണ് വെള്ളം കോരുന്നുണ്ട്. എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും ഓസിൽ. ഇവിടെ ഓട വഴി പോണതാണ്. പിന്നെ എത്രയും വേഗം ഇവക്കും ഒരു കിടക്കാനുള്ള കട്ടിലോ കൂടോ അങ്ങനെ എന്തെങ്കിലും. കൂടായിട്ട് വേണ്ട, കൂട്ടിലിടേണ്ട ആവശ്യമില്ല. അവൾക്ക് കിടക്ക ഒരു സൗകര്യത്തിനൊരു എന്തെങ്കിലും. അല്ലാതെ അപ്പുറത്തെ സൈഡ് പലകയൊക്കെ ഇട്ടിട്ടുണ്ട്, അതുപോലെ കസേര ഇട്ടിട്ടുണ്ട്. അവൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഇപ്പോൾ വേനലും ആയതുകൊണ്ട് അവൾക്ക് ഈ സൈഡിൽ നമ്മളെയൊക്കെ കാണാൻ വേണ്ടി. അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നനയൊന്നുമില്ല എന്തായാലും. അമ്മാമേരെ കത്തിരി കണ്ടപ്പം പിന്നെ ശ്രീകുട്ടിക്ക് ഒരു കത്തിരിക്ക വേണം. പിന്നെ അവിടെ നിന്ന് മുളക് എന്തൊക്കെയോ അവൾ പറിച്ച് പറക്കണുണ്ട്. പിന്നെ കുറച്ച് റോസാപ്പൂ അത് ഇതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഉണ്ട് അമ്മാമ്മ, അതാണ് ഇപ്പോൾ ഉണ്ട്. അപ്പം അമ്മ പറഞ്ഞ് അത് ഇനിയും വളരും, ഇപ്പം കയ്യിലിരിക്കണതും വലുതാവേണ്ടത്. പിന്നെ താണ്ടെ അമ്മേരെ പൂന്തോട്ടമൊക്കെ അമ്മ പറഞ്ഞു അതൊക്കെ കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേ. പിന്നെ ഇവിടെ ആമി ഇരിപ്പുണ്ട്. ഞാൻ ഗുണ്ടുവിനെ കൊണ്ടുവന്നിട്ടില്ല, അവൻ്റെ ഒന്ന് ഞാൻ കൊണ്ടുവന്നില്ല, കാരണം ശ്രീകുട്ടിയും ഞാനും കൂടിയാണ് വന്നത്. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ. പിന്നെ അത് ഞാൻ ലോങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ കേട്ടോ, ആമിയുടെ വിശേഷമൊക്കെ പറഞ്ഞ്.